ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളിന്നൊരു വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ സച്ചുൻ്റെ അമ്മായിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോകണം കേട്ടോ, മൂത്ത അമ്മായിയുടെ വീട്ടിലേക്ക്. അപ്പോൾ ഗുരുവായൂർ ചുള്ളിയൂർപ്പടിയിലാണ് വീട്. അപ്പോൾ ഞങ്ങൾ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ പോകുന്നു. ഇത് കിഴക്കേ നട കേട്ടോ, ഗുരുവായൂരിൻ്റെ കിഴക്കേ നട. അതിന് ഫ്രണ്ടിൽ കൂടി ഇപ്പോൾ ബസ് പോണത് കണ്ടത്, പാലം. അവിടെ നിന്ന് ബസ് കയറിയിട്ട് തൃശ്ശൂർക്കുള്ള ബസ് കയറിയിട്ട് പോകണം. ചുള്ളിയൂർപ്പടിയിൽ ഇറങ്ങിയിട്ട് വേണം പോകണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കണ്ടോ, ഇതാണ് ചുള്ളിയൂർ സെൻറ്റർ. ഉണ്ടോ, അവിടുത്തെ പള്ളിയാണ് കേട്ടോ, മുസ്ലിം പള്ളിയാണ്. അപ്പോൾ പഴം കിട്ടാണ്ടായപ്പോൾ ഇതവിടെ ചേട്ടന് കുറേ സ്ഥലങ്ങളൊക്കെ കയറി കടയിൽ കയറിയൊക്കെ നോക്കുന്നുണ്ട് പഴം. അപ്പോൾ അതേ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണം ഞങ്ങൾ. പിന്നെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്, പക്ഷേ ഓട്ടോറിക്ഷ വിളിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ കുറച്ച് വഴി നടക്കാനേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നടന്നിങ്ങനെ വീഡിയോ പിടിക്കാനുള്ള കാരണം കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഭംഗിയാണ്, ഇപ്പോൾ വീഡിയോ പിടിച്ചു എന്നുള്ളൂ. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. എടുത്തണം അവർക്കൊക്കെ ചുള്ളിയൂർ സെൻറ്ററൊക്കെ എടുത്തണം, എല്ലാ സാധനങ്ങളും കിട്ടും അവിടെ നിന്ന്. ഒന്നും പുറത്തേക്ക് പോകണ്ട, വേറെ സ്ഥലത്തേക്കൊന്നും പോകാൻ നിൽക്കണ്ട. വെച്ചാൽ എല്ലാ സാധനങ്ങളും മാർക്കറ്റ് ആയാലും കടകളിലായാലും തുണിക്കട, എല്ലാ കടകളും ഉള്ള സ്ഥലമാണ് അവിടെ ചുള്ളിയൂർപ്പടി സെൻറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കണ്ട ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം അവിടെ വീട്ടിലേക്ക്. അവിടെ ചെല്ലുമ്പോൾ കുഞ്ഞനുണ്ടെന്ന് അറിയില്ല, എന്ന് വെച്ചാൽ ഓണാഘോഷ പരിപാടികളുണ്ടെന്ന് പറയുന്നു കേട്ടുമായിരുന്നു. കണ്ടോ, അതിന് ഗിരീഷേട്ടൻ ഇപ്പോൾ ഓട്ടം കിട്ടിയാറുണ്ട് പോയിട്ടുണ്ടാവും. എന്നാലും പോവാ, അവരോടൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ വരുന്നൊന്നും പറഞ്ഞിട്ടില്ല. അവരോടേക്ക് പോണ വഴിയാണ് കേട്ടോ അത്. ചേച്ചി ജോലിക്ക് പോയിട്ടുണ്ടാവും, ലീവില്ല എന്ന് പറഞ്ഞു. ഓണത്തിന് ഒരു ദിവസം മാത്രമേ ലീവ് ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കാരണം വീട്ടിലേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ടും കൂടി ചെയ്തായിരുന്നേ. അപ്പോൾ ഈ വീഡിയോ ഇടാൻ ഇത്തിരി വൈകിപ്പോയി, കാരണം ഞങ്ങൾക്ക് ഓണാഘോഷങ്ങളൊന്നും ഇല്ല. ഇവിടുത്തെ അമ്മയുടെ അനിയത്തിമാർ മരിച്ച കാരണം കൊണ്ട് ഓണാഘോഷ പരിപാടികളൊന്നുമില്ല. എന്നാലും ജസ്റ്റ് 2 കൊല്ലമായി ഞാൻ വന്നിട്ട് ഇങ്ങോട്ട് ചേച്ചിമാരുടെ വീട്ടിൽ വന്നിട്ട്. അപ്പോൾ ഞാൻ വെറുതെ വന്നിട്ട് അവരുടെ കൂടെ പോകുന്നുള്ളൂ. അപ്പോൾ ഈ പോണ വഴിയിലൊക്കെ ഒരു മുനിസിപ്പാലിറ്റി തോടാട്ടോ, വലിയ തോടെന്ന് വെച്ചാൽ വലിയ തോടാണ് അവിടെ. ആ തോടിൻ്റെ അരികിൽ തന്നെയാണ് അവരുടെ വീട്. സച്ച് കാണിച്ചു തരാം, കണ്ടോ, അവിടെ ഒരു വലിയ വീടൊക്കെ ഉണ്ടായിരുന്നു. ആ വീടൊക്കെ പൊളിച്ചിട്ട് അവിടെ മാവും തോപ്പുണ്ടായിരുന്നു, പിന്നെ വാഴത്തോട്ടം ചീരകൃഷിയൊക്കെ നടത്തിയുള്ള സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നുമില്ല, വീടൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ അവിടെ എന്തോ കല്യാണ മണ്ഡപം പോലത്തെ ഒരു എന്തൊക്കെ പരിപാടികളൊക്കെ ഒന്നും തോന്നുന്നുണ്ട്. പിന്നെ ഫ്ലാറ്റുകളൊക്കെ അവിടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ തോടിൻ്റെ അപ്പുറത്താട്ടോ വലിയ പറമ്പ. ഇതാണ് തോട്. തോടെന്ന് വെച്ചാൽ ഭയങ്കര ആഴമുള്ള തോടാട്ടോ. ഇതാണ് ഗിരീഷേട്ടൻ്റെ വണ്ടി കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഗിരീഷേട്ടൻ്റെ വണ്ടി. അപ്പോൾ ഗിരീഷേട്ടൻ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ അവർ വീട്ടിലേക്കാണ് പോണ വഴിയാട്ടോ അത്. അവർ വീടെത്തി കണ്ട, തോടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവർ വീടും തറവാടൊക്കെ. അപ്പം എന്നോട് പറയും വേഗം നടക്കാൻ പറയുന്നതെന്ന് വെച്ചാൽ വീഡിയോ പിടിക്കുന്നതിൻ്റെ ഇടയിൽ പറയുന്നത് അവർ. നല്ല വെയിലാണ് കണ്ടോ, ആ പാടത്തൊരു വീട് കണ്ട, നിറച്ച് പച്ചപ്പ് പിടിച്ച സ്ഥലം കണ്ട. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, നല്ല സ്ഥലമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ആ സ്ഥലമൊക്കെ കാണാൻ, പോവാനും ഇഷ്ടമാണ് ഒരു വീട്ടിലേക്കൊക്കെ. കണ്ടോ, ഒരു വഴിയിലൊക്കെ മാവും തോപ്പ് കണ്ട, ഹൈറ്റൊന്നും ഇല്ല കണ്ട, നിറച്ച് മാങ്ങുണ്ട്. അപ്പോൾ അവർ തറവാടിന് തൊട്ട് ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ മാവുണ്ട്, ഒന്നും ഹൈറ്റില്ല, നിറയെ മാങ്ങുണ്ടാവും. ഇതാണ് അവരുടെ വീട്, കുഞ്ഞിൻ്റെ വീട് കേട്ടോ, അമ്മായിയുടെ വീട് സച്ചുൻ്റെ. പൂക്കളൊക്കെ ഇട്ടുണ്ട്.
ഇത് സച്ചിൻ അതാണ് അവർ തറവാട്. ഗിരീഷേട്ടനുണ്ട്, കുഞ്ഞനും ഉണ്ട് കേട്ടോ. ഓണാഘോഷ പരിപാടി കഴിഞ്ഞിട്ടൊക്കെ എത്തിയിട്ടുണ്ട് ആൾക്കാർ. ഇതാണ് ചെറിയ വീടാണെങ്കിലും നല്ല സ്വൈരമുള്ള വീടാട്ടോ. നല്ല ക്ലീനായിട്ട് കിടക്കും വീടൊക്കെ. ചേച്ചി എല്ലാം ക്ലീനിങ് ചെയ്തിട്ടാണ് ജോലിക്ക് പോവാം. ഇപ്പോൾ വെള്ളം കലക്കേണ്ട പരിപാടികളാണ് മൂപ്പരാൾ. അപ്പോൾ ചേച്ചി എല്ലാം രാവിലെ തന്നെ ഇതൊക്കെ ആക്കിയിട്ട് ഇങ്ങനെയൊക്കെ വെച്ച് ശരിയാക്കിയിട്ട് പോവാം. അത് അച്ചാർ, തൈര് കഴിക്കുന്നുണ്ട്. പിന്നെ സാമ്പാർ, കറി സാമ്പാർ കേട്ടോ വെച്ചിരിക്കണേ. പിന്നെ രാവിലെ ഇഡ്ഡലിയാണെന്നുണ്ട്, ഇഡ്ഡലിയും സാമ്പാറും. പിന്നെ ചെമ്മീൻ റോസ്റ്റ്. അപ്പോൾ ഇതേ പപ്പടമൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പപ്പടം തിന്നും ഒക്കെ എല്ലാം റെഡിയാക്കിയിട്ട് ചേച്ചി പോണത്. അപ്പോൾ ഞങ്ങൾ കൂടുന്ന സാധനമൊക്കെ ഇതേ കുഞ്ഞ് നോക്കുന്നുണ്ട്. ഇതേ കൂടുതലൊന്നും കൊടുന്നിട്ടൊന്നുമില്ല സാധനങ്ങളൊന്നും. ഇതേ പഴമുണ്ട്, ഉപ്പേരി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രം. അപ്പോൾ അവർ വീട്ടിലത്തെ പൂച്ചേനെ കാണിച്ചു തരാം. കണ്ടോ അവർ വീട്ടിൽ പൂച്ച. അതെനിക്ക് ഗിരീഷേട്ടൻ ഇറച്ചും പൊറോട്ടയൊക്കെ മേടിച്ച് കൊടുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇരിക്കും.